അടുത്തത് റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിയന്ത്രണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ക്യാപിറ്റൽ മാർക്കറ്റ് നിയന്ത്രിക്കാൻ, റെഗുലേറ്റ് ചെയ്യാൻ പ്രത്യേക ഒരു ഡിവിഷൻ തന്നെ ഉണ്ട്. അവരാണ് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പോളിസി ഉണ്ടാക്കാനും അതുമായി ബന്ധപ്പെട്ട റെഗുലേഷനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് റെഗുലേഷൻ മാത്രമല്ല, അതിനുവേണ്ട ഗ്രോത്തും ഡെവലപ്മെൻറ്റും, സെക്യൂരിറ്റി മാർക്കറ്റിന് വേണ്ട ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കേണ്ടത് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഡിവിഷനാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിലുള്ള. പ്രധാനമായിട്ടും ഇവരുടെ ഫങ്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ദി സെക്യൂരിറ്റി മാർക്കറ്റ്, അതുപോലെ ബിൽഡിംഗ് റെഗുലേറ്ററി ആൻഡ് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കാം. അതിൻ്റെ മാർക്കറ്റുകളാകാം, അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡികളാകാം. എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ ഡെവലപ്മെൻറ്റും, അതുപോലെ തന്നെ നമ്മളെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടാക്കുക. അത് സ്ട്രെങ്തനിങ് ദ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെക്കാനിസം, ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ആരും വഞ്ചിച്ച് കയ്യിലാക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. പ്രൊവൈഡിങ് എഫിഷ്യൻറ്റ് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ഫോർ ദി സെക്യൂരിറ്റി മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റിന് കൃത്യമായ നിയമനിർമ്മാണ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു ഡിവിഷൻ, ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഡിവിഷൻ അവർ നിയമം റൂൾസൊക്കെ ഉണ്ടാക്കുന്നത് ഡെപ്പോസിറ്റേഴ്സ് ആക്ട് 1996, അതുപോലെ സെക്യൂരിറ്റി കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ട് 1956, അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട്, സെബി ആക്ട് 1992. ഈ 3 ആക്ടിൻ്റെ അണ്ടറിൽ വെച്ചിട്ടാണ് ഇവർ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിവിഷൻ ഉണ്ടാക്കിയ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ സെബി, 1992 ഉണ്ടാക്കിയ സെബി. രണ്ടാമത്താണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മൂന്നാമത്തത് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് തന്നെ സെബിയും RBI ഒക്കെ. എന്നാലും ജസ്റ്റ് ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ഒന്ന് നോക്കി പോവാം. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെബി. അത് 1992 സെബി ആക്ട് അനുസരിച്ചാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത്. സെബിൻ്റെ പ്രൈമറി ഫങ്ഷൻ തന്നെ അത് പ്രധാനമായിട്ട് വരുന്നത് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. ഇൻവെസ്റ്റേഴ്സ് അവരുടെ പണം നിക്ഷേപിക്കുന്നതുകൊണ്ടാണല്ലോ ഈ ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിനെ ആരും ചൂഷണം ചെയ്യാത്ത അവസ്ഥ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ പ്രൊമോട്ട് ചെയ്യുക. റെഗുലേഷൻ മാത്രമല്ല, അതിനെ പ്രൊമോട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക. അതുപോലെ അതിൻ്റെ ഇടയിലുള്ള ഓൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞത് അണ്ടർ റൈറ്റേഴ്സ് പോലത്തെ ബ്രോക്കർമാരുണ്ടാവും ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നതും അവർക്ക് വേണ്ട ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നതൊക്കെ ശരിക്കും സെബിയാണ്. സെബിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകളിവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഇൻസ്പെക്ഷൻ നടത്താൻ, വർഷത്തിലൊരിക്കലെങ്കിലും ഇൻസ്പെക്ഷൻ നടത്താൻ സെബിക്ക് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെബി ഓരോ വർഷവും ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ അവർ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ഈ ഒരു ഇൻസ്പെക്ഷനിൽ അവിടുത്തെ മാർക്കറ്റ് ഓപ്പറേഷനും അവിടുത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും എല്ലാം അവർ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്പെക്ഷനിൽ പ്രധാനമായും നോക്കുന്നതാണ് ഇറ്റ് എൻഷുർ ദാറ്റ് ദ എക്സ്ചേഞ്ച് നൽകുന്നു ഫെയർ, ഇക്വിറ്റബിൾ ആൻഡ് ഗ്രോയിങ് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് നല്ല തരത്തിലുള്ള മാർക്കറ്റ്, ഇത് സെക്യൂരിറ്റി മാർക്കറ്റ് കൊടുക്കുന്നു എന്നാണിത് ഈ ഒരു ഇൻസ്പെക്ഷനിലൂടെ ഉറപ്പുവരുത്തുന്നത്. അതുപോലെ അവിടുത്തെ ഓർഗനൈസേഷൻ സിസ്റ്റങ്ങളൊക്കെ സെബിൻ്റെ ആക്ട് അനുസരിച്ച് തന്നെയാണ്, സെക്യൂരിറ്റി കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സെബി നേരത്തെ കൊടുത്ത ഇൻസ്ട്രക്ഷനൊക്കെ ഓരോ ടൈമിൽ ഇഷ്യൂ ചെയ്ത് അതൊക്കെ ടൈം ടു ടൈം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ കുറേ ഫങ്ഷൻസാണ് സെബിക്കുള്ളത്. നെക്സ്റ്റ് RBI നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, RBI ആക്ട് 1934 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആക്റ്റാണ്. അവരാണ് ഇവിടുത്തെ മോണിറ്ററി പോളിസിയൊക്കെ, അതുപോലെ ക്രെഡിറ്റ് പോളിസി, കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുക,
അതുപോലെ മറ്റ് ബാങ്കറുകളുടെ ബാങ്ക്, ഗവൺമെൻറ് ബാങ്ക്, ഇവിടുത്തെ ബാങ്കിങ് സിസ്റ്റത്തിനെയും ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ വിദേശ നാണയത്തിൻ്റെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിൻ്റെ അതിൻ്റെ സെറ്റിൽമെൻറ്റുകളും ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടുത്തെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ബാങ്കുകളുടെ ബാങ്കാണ് ശരിക്കും RBI. ഓക്കെ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും നമ്മളെ സെബിൻ്റെ റെഗുലേഷനിൽ അണ്ടറിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സെബി കൊടുക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ആണ് അവിടുത്തെ സെക്യൂരിറ്റി മാർക്കറ്റ് ഗവേൺ ചെയ്യേണ്ടത്. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇന്ത്യയുടെ റെഗുലേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു കാര്യം, അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത്, പിന്നെ പ്രധാനപ്പെട്ട പുതിയൊരു ഇഷ്യൂ, ഇത് എന്തായാലും പഠിച്ചു വെച്ചോളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് ചോദ്യം കാണുകയാണെങ്കിൽ നോക്കി പോകാവുന്നതാണ്. ഈ IPO, ഇനീഷ്യൽ പബ്ലിക്